അബ്ബ ബംഗ്ലാദേശി. ഈ വാർത്ത നിങ്ങൾ ശ്രദ്ധിച്ചു? ബംഗ്ലാദേശിയാണോ എന്ന് അദ്ദേഹത്തിനോട് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം തലങ്ങും വിലങ്ങുള്ള ക്വസ്റ്റ്യനിൽ മറുപടി പറയാൻ കഴിയാതെ നിസ്സഹായനായിരുന്നിട്ട് സത്യം പറയാൻ എനിക്ക് പറയുമ്പോൾ വരെ എൻ്റെ കണ്ണെന്ന് വെള്ളം വരും. കാരണം എന്താ, ഞാനൊരു പ്രവാസിയാണ്. അയാളെപ്പോലെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് അന്നം തേടി വന്നെത്തിയ ഒരാളാണ് ഞാൻ. എനിക്ക് എക്സ്പെക്റ്റ് ചെയ്യാത്ത, എനിക്ക് ആപ്റ്റാവാത്ത ജോലിയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും. അങ്ങനെ വലിയ പ്രതീക്ഷയോടെ നമ്മുടെ കേരളത്തിലെത്തിയ ഒരാളെ ആൾക്കൂട്ട വിചാരം നടത്തിയിട്ട് മോഷ്ടാവാണെന്ന് അവർ വരുത്തി തീർത്തിട്ട് തല്ലിക്കൊല്ലുകയാണ്. നമ്മുടെ നിയമം നോക്കുകുത്തിയായിരിക്കുകയാണോ? വലിയ അഭിമാനത്തോടെ നമ്മുടെ കേരളത്തേക്ക് വർണ്ണിച്ചിരിക്കുമ്പോഴും ഇങ്ങനെയുള്ള കുറേ മനുഷ്യത്വം തൊട്ടു തീണ്ടാത്ത കാട്ടാളന്മാർ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ തലകുനിക്കേണ്ടി വരികയല്ലേ? ഇന്നലെ ഈ വാർത്ത കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. കാരണം ഞാൻ ആലോചിച്ചു പോയത്, റബ്ബേ, ഞാനൊരു പ്രവാസിയാണല്ലോ. ഞാൻ എൻ്റെ കുടുംബത്തെ നോക്കാൻ വേണ്ടിയിട്ട് ജോലി അന്വേഷിച്ച് ഇവിടെ വന്നെത്തി ജോലി ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് ആപ്റ്റാവാത്തൊരു സംഗതിയാണെങ്കിൽ ഞാൻ തിരിച്ചു പോകും. അങ്ങനെയുള്ളൊരു പാവപ്പെട്ട മനുഷ്യൻ തൻ്റെ കുടുംബത്തെ നോക്കാൻ വന്നെത്തിയിട്ട് എന്നും അറിയാതെ ഒരാളോടും പ്രതികരിക്കാൻ, അയാളുടെ ശരീരഭാഷ കണ്ടാൽ തന്നെ അയാൾക്ക് തിരിച്ചു പ്രതികരിക്കാനുള്ള ഒരു ആംബിയർ പോലും ഇല്ലാത്ത ഒരാളെ എല്ലാവരും അവിടെ കൂടി കൊന്നിരിക്കുകയാണ്. എന്തായാലും ആ കുടുംബത്തിന് നീതി കിട്ടട്ടെ എന്ന് മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ.